അസ്സലാമലൈക്കും, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ റെഡിയാക്കുന്നത് ഒരു ഇറച്ചിപ്പത്തിരിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റുള്ള ഒരു ഇറച്ചിപ്പത്തിരിയാണ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് വീഡിയോ ഒക്കെ കണ്ട് നോക്കാം. അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ചിക്കൻ എടുത്തിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് ഇതുപോലെ കൈക്കൊണ്ട് പിച്ചി എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ പീസാക്കി തന്നെയാണ് പിച്ചി, മിക്സിയിലിട്ട് പൊടിച്ചിട്ടൊന്നുമില്ല. അതങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു ചീനച്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇഞ്ചി ചതച്ചത്, പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഉള്ള പേസ്റ്റ് അതിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ സവാള ഒരു 2 സവാള കട്ട് ചെയ്തിട്ട് പിന്നെ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത സവാള വേഗം ഒന്ന് വഴന്ന് കിട്ടിക്കോളും. ഉപ്പിട്ട് കൊടുത്തു. പിന്നെ 2 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തതും പിന്നെ ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ വലിയ ജീരകം പൊടിച്ചത് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തിട്ട് നല്ല ഒന്ന് ഇളക്കിയിട്ട് സവാളൊക്കെ നല്ല ഒന്ന് വാടിയതിന് ശേഷം ഇട്ട് കൊടുത്തിട്ട് കേട്ടോ. ഇളക്കി വേവിച്ചിട്ട് പിന്നെ നമ്മുടെ ചിക്കൻ എടുത്ത് വെച്ചിട്ട് ആ ചിക്കനും ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ചിക്കൻ ഇങ്ങനെ കുറച്ചൊരു വലിയ പീസായാലും നമുക്ക് ഇറച്ചിപ്പത്തിയൊക്കെ തിന്നുമ്പോഴേ അപ്പോൾ ഈ ചിക്കൻ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പറ്റ മിക്സിയിലിട്ട് ഉടച്ചാൽ അധികം അങ്ങോട്ട് പൊടിയായിട്ട് വരില്ല, അപ്പോൾ ആ ഒരു ടേസ്റ്റ് കുറയും. പിന്നെ ഞാൻ മൈദ കുഴച്ചിട്ട് ഇതുപോലെ ബോളാക്കി ആദ്യം തന്നെ ഓൾറെഡി വെച്ചതാണ്. മൈദ കുഴക്കുമ്പോൾ കുറച്ച് ഓയിലും കുറച്ച് ഉപ്പിട്ടിട്ട് പിന്നെ ഒരു ഇളം ചൂടുവെള്ളത്തിലാണ് നമ്മളിത് കുഴച്ചെടുത്തത്. അപ്പോൾ നല്ലൊരു സോഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കുഴച്ചിട്ട് ഞാൻ ബോളാക്കിയോടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായി പരത്തിയെടുക്കുന്നുണ്ട് ഇതുപോലെ. പിന്നെ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ടിന്നിലാണ് ഇപ്പോൾ ഈ ചട്ടിപ്പാത്തി റെഡിയാക്കണം. അപ്പോൾ ഇതിൻ്റെ അളവിന് വേണം നമ്മൾ ഈ ചപ്പാത്തി പരത്തിയെടുക്കാൻ. അപ്പോൾ നമ്മളൊന്ന് പരത്തിയതിന് ശേഷം നമ്മൾ ഇതിലൊന്ന് വെച്ച് നോക്കുക. ഇതിൻ്റെ അളവൊക്കെ ശരിയാണ്. അപ്പോൾ ഇതാ ഈ മൂടി വെച്ചിട്ട് ഇതിൻ്റെ മൂടിൻ്റെ ഈ അടപ്പിൻ്റെ റൗണ്ട് ആ വട്ടത്തിലുള്ള ചപ്പാത്തി നമുക്ക് വേണം. അപ്പോൾ അതേ കറക്റ്റായിരിക്കണം. അപ്പോൾ നമ്മളെ ചട്ടിപ്പത്തിരി പിന്നെ നമ്മളിതിപ്പോൾ ഒന്ന് ഇതിലേക്ക് വിരക്കി വെച്ച് നോക്കിയാൽ മതി. ഇതുപോലെ വെച്ച് നോക്കുക. അപ്പോൾ ഈ അളവിന് ഈ ഒരു റൗണ്ട് വേണ്ടത്. ഇതേ അളവിൽ തന്നെ നമ്മൾ എല്ലാ പത്തിരിയും പരത്തിയെടുക്കുക. ഒരു 7 ബോളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം പരത്തിയെടുത്തു. ഇനി നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം എന്ന് വെച്ചാൽ വേവരുത് ചപ്പാത്തി. പിന്നെ 2 പുറം ഒന്ന് വാട്ടിയതിന് ശേഷം എടുത്തേക്കുക ഇതുപോലെ. അപ്പോൾ പിന്നെ വേഗം തിരിച്ചു മറിച്ചിട്ടിട്ട് 2 പുറം ഒന്ന് വാട്ടിയെടുത്താൽ മതി. അപ്പോൾ അധികം കുക്കാകരുത്. ഒന്ന് വാടിയതിന് ശേഷം എടുത്ത് മാറ്റുക. ഇത്രയും മതി. അതേപോലെ തന്നെ എല്ലാം ചപ്പാത്തി ഇതുപോലെ റെഡിയാക്കുക. ഞാൻ എല്ലാ ചപ്പാത്തി ഇതുപോലെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒക്കെ റെഡിയാക്കി എടുത്തു. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ പിന്നെ കോഴിമുട്ട വേണം. കോഴിമുട്ട പിന്നെ 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. 4 കോഴിമുട്ട എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ കുരുമുളകും ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് പാൽ വേണം. 1/2 ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട്. ആ പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. 1/2 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാലൊക്കെ ഒഴിക്കാൻ ഇത് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും ഈ ചട്ടിപ്പത്തിരി. ഇനി ഞാനിതൊരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഈ വേഗം നല്ല ഒന്നുണ്ട് ഈ മുട്ടയും പാലൊക്കെ നല്ല ഒന്ന് വേഗം ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് മിക്സിയിലിട്ട് അടിക്കണത്. അപ്പോൾ പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടിക്കോളല്ലോ. അപ്പോൾ അതുപോലെ അടിച്ചെടുത്തു. നമുക്കിത് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാം ഇവിടെ റെഡിയാക്കി ഇനി നമുക്ക് ഈ ചട്ടിപ്പത്തിരി സെറ്റ് ചെയ്യണ ടിന്നിൽ ഞാൻ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കൊരു ചപ്പാത്തി എടുത്തിട്ട് മുട്ടയിലൊന്ന് മുക്കാതെ തന്നെ അടിയിലൊന്ന് വെച്ച് കൊടുക്കുക. അതുപോലെ അടിയിലൊന്ന് മുട്ടയിലൊന്ന് മുക്കാതെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ ഈ മുട്ടയിൽ
പാലും മുട്ടയൊക്കെ അടിച്ച് മിക്സ് ഉണ്ടല്ലേ ഈ കൂട്ട്, ഈ ചപ്പാത്തി മുഴുവനായിട്ട് മുക്കുക, നല്ല മുങ്ങണം. മുങ്ങിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്സ് ഉണ്ടാകും, മസാല, ഇറച്ചിയൊക്കെ, ഉള്ളി, സവാളൊക്കെ വട്ടിയ അത് ഇതുപോലെ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ ഈ നടുവിലായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക, അറ്റത്തേക്കൊന്നും പിന്നെ ആവാതെ നടുവിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇനിയും മറ്റേ ചപ്പാത്തി എടുത്തിട്ട് ഇതുപോലെ മുട്ടയിൽ മുക്കിയിട്ട് തന്നെ ഈ മിക്സിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഇനി മസാല വെച്ച് കൊടുക്കുക. അതേപോലെ ഈ ചപ്പാത്തി പിന്നെ മുഴുവൻ അതേപോലെ കഴിയുന്നത് വരെ ഇതുപോലെ ചെയ്തെടുക്കുക. നല്ല ഈ ടേസ്റ്റാണ് ഇത്, ഈ ചട്ടിപ്പത്തിരിയൊക്കെ കഴിക്കാൻ. അങ്ങനെ ഞാനിത് മുഴുവനായിട്ട് ഇതേപോലെ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം ഇനി ചപ്പാത്തി ഇതേപോലെ മുട്ടയിൽ മുക്കിയിട്ട് ഇതിമ വെക്കുക, ഈ മസാല ഇതേപോലെ വെക്കുക. അപ്പം അങ്ങനെ വെച്ചിട്ട് ഇത് മുഴുവനായിട്ട് അതേപോലെ ചപ്പാത്തി കഴിയുന്ന വരെ വെക്കുക. അപ്പോൾ ആദ്യം ഒരു ചപ്പാത്തി മുട്ടയിൽ മുക്കാതെ അടിയിൽ വെക്കണത്, ഈ മുട്ടയിലൊക്കെ മുക്കിയതാകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവല്ല, അടിഭാഗം അത് കരിയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മുഴുവനായിട്ടും ഇതുപോലെ വെച്ചു. ഈ ലാസ്റ്റ് ചപ്പാത്തിയാണ്, അതിങ്ങനെ പിന്നെ വെച്ചിട്ട് പിന്നെ മസാല ചേർക്കണ്ട. ഇത് നമ്മൾ ബാക്കിയുള്ള മുട്ട ഉണ്ടല്ലോ, ഈ മുട്ട ഇതിൻ്റെ മേലെ കൂടെ മുഴുവനായിട്ടും ഒഴിച്ച് കൊടുക്കുക. അറ്റത്തൊക്കെ ആദ്യം ഒഴിച്ച് കൊടുത്ത് പിന്നെ മുഴുവനായിട്ടും ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്കിത് അടച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നമ്മളിത് കത്തിക്കുകയാണ്. കത്തിച്ചൊരു ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിൻ്റെ അടിയിലൊരു വേറെ ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാന് വെച്ച് കൊടുക്കാൻ ഞാൻ അടി കരിഞ്ഞ് പോവാതെക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതുപോലെ ഒരു പാന് വെച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഒരു മീഡിയത്തിൽ ഇട്ട് കൊടുത്താൽ മതി, ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണ്ട. അല്ലഞ്ഞാൽ പിന്നെ ഡയറക്റ്റായിട്ട് ചൂടങ്ങോട്ട് തട്ടിയിട്ട് അടി പെട്ടെന്ന് കരിഞ്ഞ് പോകും കുക്കാവാതെ. അപ്പം അങ്ങനെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് പെട്ടെന്നൊക്കെ റെഡി ആവും, ഒരു 20 മിനിറ്റ് കൊണ്ടൊക്കെ റെഡിയാവും. നമുക്ക് റെഡി ആയിക്കണോ നോക്കാം. അപ്പോൾ ഇതുപോലെ അടിയൊക്കെ ഇത് റെഡി. ഇനിയിപ്പോൾ നമുക്കിത് വേറൊരു പാനിലേക്ക് മറ്റേ മുകൾ ഭാഗം കുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഈ ഒരു പാനിലേക്ക് ഞാനത് മറിച്ചിട്ട് കൊടുക്കാൻ പോവുകയാണ്. മറിച്ചിട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഈ പാനൊന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ അടിഭാഗം ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗം കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അപ്പോൾ ഞാൻ ഈ പ്ലേറ്റിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ നമ്മളെ ചട്ടിപ്പത്തിരി നമ്മളെ ഇറച്ചിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചട്ടിപ്പത്തിരി ഇതുപോലെ തന്നെയാണ് റെഡിയാക്കുക. അതിൽ നമ്മൾ പിന്നെ മധുരത്തിൻ്റെ മിക്സാണ്, ഫില്ലിങ്ങാണ് ഇടൽ. ഇതിപ്പോൾ നമ്മൾ ഇറച്ചിയുടെ ഫില്ലിങ്ങാണ് ഇട്ടിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഇറച്ചിപ്പത്തിരി ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റ്, നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഇറച്ചിപ്പത്തിരി ഉണ്ടാകുന്നത്. നല്ല കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി ഇത് കട്ട് ചെയ്തിട്ടൊന്ന് കാണിക്കാം. കുറച്ച് ഒരു മുട്ടേൻ്റെ അളവ് കുറവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതിൻ്റെ മേലേക്ക് കുറച്ചൊരു മുട്ടേൻ്റെ കുറവ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ 4 മുട്ടയുടെ എടുത്തത്. നിങ്ങൾ എടുക്കുമ്പോൾ ഒരു 5 മുട്ട എടുത്തോളൂ. 5 മുട്ട വേണം അതിലേക്ക്. ഞാൻ അത് കട്ട് ചെയ്യാണ്. നമ്മളെ ഇറച്ചിപ്പത്തിരി ഇവിടെ റെഡിയായി. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും റെഡിയാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനൊക്കെ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്കിനി പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, നമസ്കാരം, ഇൻഷാ അല്ലാഹ്.